യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെട്ടതോടെ രാജ്യത്തിന്റെ പ്രതിരോധ സേനകളും അതീവ ജാഗ്രതയിലാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ കരസേനാ മേധാവി കശ്മീരിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഇതിനിടെ കശ്മീരിലെ വിവിധയിടങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജമ്മു കശ്മീർ പോലീസും ആർമിയും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു. പഹൽഗാം സംഭവത്തിന് ഉത്തരവാദിത്തം നിഷേധിച്ചതിനിടെ തീവ്രവാദ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് രംഗത്തെത്തുകയും ചെയ്തു. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, തീവ്രവാദികൾക്കായുള്ള തെരച്ചിൽ ശക്തമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ. അപ്പോൾ ഈ സംഭവത്തിന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നിഷേധ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത് അത് ഏത് തരത്തിലൊക്കെയാണ് രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ സമയത്ത്? അപർണ സൂചിപ്പിച്ചതുപോലെ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ്. സൈന്യത്തിന്റെ വിവിധ ഗ്രൂപ്പുകൾ 3 വ്യോമസേന 3 പ്രതിരോധ സേനകളും സുസജ്ജമാണ് എന്ന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഇക്കാര്യങ്ങൾ ആർമി, നേവി, എയർഫോഴ്സ് തയ്യാറായി എങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു കമാൻഡിന് കാത്തു നിൽക്കുന്നു എന്ന സൂചനകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അതിർത്തിയിൽ തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അനന്തനാഗ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നടന്ന ജോയിന്റ് ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയ ആയുധങ്ങളാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ ആർമിയും ജോയിന്റായി നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ വിവിധ ആയുധങ്ങളാണ്. തീവ്രവാദി ഗ്രൂപ്പുകളുടെ പല ഒളിയിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും കണ്ടെത്തിയ ആയുധങ്ങളാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. കാരണം 14ലധികം സജീവമായ തീവ്രവാദി അംഗങ്ങൾ ഇപ്പോഴും ഈ താഴ്വരയുടെ വിവിധ മേഖലകളിൽ ഉണ്ട് എന്നതാണ് കണക്ക്. അതുകൊണ്ടുകൂടി ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സജീവമായി തുടരുന്നു. ഇവരുടെ പേരുവിവരങ്ങളും ഫോട്ടോകളും അടക്കം സേന ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ സജ്ജീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ പ്രതിരോധ മന്ത്രിയുമായി കരസേന മേധാവി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കരസേന മേധാവി ഈ കശ്മീരിലെ പ്രശ്നബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത ഉള്ള കാര്യം. എന്തായാലും ഈ മേഖലയിലെ ട്രക്കിംഗ് പൂർണ്ണമായി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടും ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഈ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ബങ്കറുകൾ സജ്ജീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന ഈ ബങ്കറുകൾ വീണ്ടും അവർ അത് താമസിക്കാൻ ഒരു സാഹചര്യം വന്നാൽ നേരിടാൻ വേണ്ടി സജ്ജീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ തരത്തിൽ ബങ്കറുകൾ സജ്ജീകരിച്ച് ഈ സാഹചര്യങ്ങൾ വേണമെങ്കിൽ അതിനെ നേരിടാൻ ജനങ്ങളും അവിടെ തയ്യാറെടുക്കുകയാണ്. കാരണം അതിർത്തിയിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇത്തരം നീക്കം. കശ്മീരിലെ അതിർത്തി മേഖലകളിലാണ് ഈ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തുന്നത്. മുമ്പ് യുദ്ധമുണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ സജ്ജീകരിക്കുകയാണ്. അതൊക്കെ വീടുകൾക്കുള്ളിലെ ഈ ബങ്കറുകൾ ക്ലീൻ ചെയ്ത് സജ്ജീകരിച്ച് അവിടെ വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താവുന്ന കഴിയുന്ന രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഗ്രാമവാസികൾ. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്നതാണ് സ്ഥിതി. കാരണം ഇരു ഭാഗത്തും യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആർമി, പ്രതിരോധ സേനകൾ തങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിശദീകരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് സമയത്തും എന്തും സംഭവിച്ചേക്കാമെന്നൊരു തോന്നൽ പൊതുവിൽ ഉണ്ടാവുന്നു. ഇതിനിടയിലാണ് ഇത്തരം നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ ഈ ആർമിയുടെ ഓരോ സമയത്തെയും
നീക്കങ്ങൾ സംബന്ധിച്ച് വാർത്തകൾ നൽകുന്നതിന് മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ സ്വാധീനിക്കും, അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതുകൊണ്ട് കൂടിയാണ് അത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. ട്രെക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ നിൽക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും പ്രകോപനപരമായ പ്രസ്താവനകൾ പല നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെയൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇന്ത്യയും വീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഏറ്റവും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ടെലിഫോണിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. തെളിവുകൾ നിരത്തി ഇന്ത്യ നയതന്ത്രതല നീക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരേ സമയം പ്രതിരോധ രംഗത്ത് ശക്തി നേടിക്കൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു, മറുവശത്ത് നയതന്ത്ര തലത്തിൽ കൂടുതൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യ ആ തരത്തിലും ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തുടർ നീക്കങ്ങൾ നടത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സജിത്ത് വിവരങ്ങൾ.